എത്ര കണ്ടാലും മതിവരാത്ത ഭൂമിയിലെ പ്രതിഭാസമാണ് കടൽ. എന്നാൽ കടലിലൂടെയുള്ള യാത്ര അതാണ് ഏറ്റവും ദുഷ്കരവും. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC എറീന, അതിൻ്റെ ക്യാപ്റ്റൻ തൃശ്ശൂർ സ്വദേശിയായ പുറനാട്ടുകരക്കാരൻ വില്ലി ആന്റണിയാണ്. വില്ലി ആന്റണിയുമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മലയാളിയായ വില്ലി ആന്റണിയാണ് ഈ പടുകൂറ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ എന്നാണ് സാറ് പറഞ്ഞത് അല്ലേ? ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇല്ല, ഞാൻ ഇന്റർവ്യൂ ഇങ്ങനെ ഒരു കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. പിന്നെ ആവാന്ന് വിചാരിച്ചു അത്രേ. സാറിന്റെ ചെറുപ്പം, അതുപോലെ പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ളത്? ഞാൻ പഠിച്ചത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറിന് അപ്പച്ചൻ്റെ ജോലി ഇവിടെ കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. ഫാദർ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള മറൈൻ സർവേയർ എന്ന് പറയുന്ന ഒരു ഇതിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് ജോലി അവിടെ ആയത് കാരണം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അവിടെയായിരുന്നു. ഞാനും എൻ്റെ സിബ്ലിങ്സും എല്ലാവരും പഠിച്ചതൊക്കെ കൊച്ചി അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ആദ്യം ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് അതിനിടയ്ക്ക് ഞാൻ എൻജിനീയറിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ എൻജിനീയറിങ് ഒരു 1.5 2 years ചെയ്തതിന് ശേഷമാണ്, അതിനിടയ്ക്കാണ് എനിക്കിതിൽ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ എൻജിനീയറിങ്ങിൻ്റെ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇതിൽ നോട്ടിക്കൽ സയൻസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിലായിരുന്നു അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡൽഹിയിൽ ഞാൻ ജോയിൻ ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഡെക്കേഡ് ട്രെയിനി ആയിട്ട് ഷിപ്പിലേക്ക് കയറാണ് ഉണ്ടായത്. ആ ദിവസങ്ങളൊക്കെ ഓർക്കണില്ല? ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ? ടഫ് ആണെന്ന് തന്നെ പറയാം. എനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ്. ഞാൻ പഠിച്ചതൊരു മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഡൽഹിയിലേക്ക് പോയി അവിടെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ ആ ഒരു ലാംഗ്വേജ് ഒക്കെ ആയിട്ട് കോപ്പ് അപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ ബാക്കി ട്രെയിനിങ് ആസ് സച്ച് അഗെയിൻ ഇറ്റ്സ് ടഫ്. യു നീഡ് ടു ഗെറ്റ് അപ്പ് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഒരു സെയിലറിനെ സംബന്ധിച്ച് ആ ഒരു ഡിസിപ്ലിൻ വന്നാലാണ് നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് മുന്നേറാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർ തരുന്നത്. അപ്പം അത് അനുസരിച്ച് മോർണിംഗ് രാവിലെ എഴുന്നേൽക്കണം, വെളുപ്പിന് എഴുന്നേൽക്കണം. അവരുടെ മാർച്ച് ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഫുള്ള് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യലൊക്കെ തന്നെ നമ്മൾ തന്നെയാണ്. അതൊന്നും നമ്മൾ സാധാരണ വീട്ടിലായിരിക്കുമ്പോൾ ഓക്കെ ചിലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ ഫുള്ള് നമ്മൾ താമസിക്കുന്ന ലിവിങ് ക്വാർട്ടേഴ്സ്, നമ്മുടെ ക്ലാസ് റൂംസ്, ക്യാമ്പസ് ഏരിയ ഫുള്ള് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ റൂട്ടീൻ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ലാസ്സുകൾ വൈകുന്നേരം വരെ അറ്റൻഡ് ചെയ്ത് പിന്നെ ഈവനിങ്ങും പിന്നെ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് പ്ലഷർ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അന്നത്തെ കാര്യങ്ങൾ പഠിക്കൽ, പിന്നെ ഉറങ്ങുമ്പോൾ ലേറ്റാവും. അങ്ങനെയുള്ളൊരു ഷെഡ്യൂളായിരുന്നു. അപ്പോൾ അതൊരു പെട്ടെന്നൊരു ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നുകൊണ്ട് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് കംപ്ലീറ്റ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് അതിനുവേണ്ടി വേർപ്പെടുത്തേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. പല ജോലികളുടെയും പോലെ തന്നെ ഇപ്പോൾ ക്യാപ്റ്റനൊക്കെ ആയി എത്തുന്നതിന് മുമ്പ് ഭയങ്കര കട്ടപ്പണിയാന്ന് കേട്ടിട്ടുണ്ട്. കട്ടപ്പണിയാണ്. അത് ശരിയാണോ? കട്ടപ്പണിയാണ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ടൈമിലൊക്കെ നമ്മൾ നല്ല പണി തന്നെയാണ് അത്. ഇപ്പോൾ ഷിപ്പിനെ സംബന്ധിച്ച് ഷിപ്പിൻ്റെ മെയിൻ്റെനൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിക്കലും, നമ്മൾ റസ്റ്റ് ചിപ്പിങ്ങും പെയിൻറ്റിങ്ങും എന്നൊക്കെ പറയും, ക്ലീനിങ് എല്ലാം നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നല്ല, നമ്മളിവിടെ നാട്ടിലുള്ള ഒരു
ചെയ്യാത്ത രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യണം അവിടെ. കാരണം ഔട്ട് അറ്റ് സീ നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ല അത് പണി ചെയ്യാനായിട്ട്, നമുക്ക് വേറെ ആരും വിളിക്കാനും ഇല്ല. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ എക്സ്പീരിയൻസും എക്സ്പോഷറുമാണ് നമ്മളൊരു നല്ലൊരു ഓഫീസറും ക്യാപ്റ്റൻ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആക്കി മാറ്റണത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് ഒരു ടഫ് ട്രെയിനിങ് തന്നെയാണ്. നമുക്ക് റെസ്റ്റൊക്കെ വളരെ കുറവൊക്കെയാണ് കിട്ടുക. അപ്പോൾ നമ്മളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ റെസ്റ്റ് ഇല്ലാണ്ട് പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട് അടുത്ത് ഉണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട്. നിർത്തി പോരണമെന്നൊക്കെ അങ്ങനെയും പറയാം, നിർത്തി പോരണമെന്നും തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞില്ല, ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ വരും. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത കമ്പനിയിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഞങ്ങൾ മിക്സ്ഡ് നാഷണാലിറ്റീസ് ആയിരുന്നു. ഞങ്ങളുടെ സിംഗപ്പൂരിയൻ കമ്പനി ആയിരുന്നു, സിംഗപ്പൂരിയൻസ് ഉണ്ടായിരുന്നു, ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് കൺട്രീസ് നിന്നുള്ളവരുണ്ടായിരുന്നു, പോളണ്ടിൽ നിന്നുണ്ടായിരുന്നു, ഇന്തോനേഷ്യൻസ് ഉണ്ട്, ക്രൂ ഇന്തോനേഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കും ഇംഗ്ലീഷ് അവർക്കും അത്രയ്ക്ക് പോരാ. ഇംഗ്ലീഷ് അറിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓവർകം ചെയ്ത് കുഴപ്പമില്ലാണ്ടായി. പിന്നെ വന്ന ഒരു പ്രശ്നം നമ്മുടെ സീ സിക്നെസ് ആണ്. അതായത് നമ്മൾ മലയാളത്തിൽ കടൽ ചുരുക്കം എന്ന് പറയും. അത് ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഷിപ്പിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച്, റോളിങ് പിച്ചിങ് അനുസരിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ ഒരു ഫീലിംഗ്, ഒരു അസ്വസ്ഥതയാണ്. അത് ചിലപ്പോൾ തലയിലായിരിക്കും നമുക്കതൊരു ഗിഡിനെസ്, ഹെവി ഇത് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റൊമക്കിലായിരിക്കും നമുക്കത് അത് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവൻ നമ്മൾ വോമിറ്റ് ചെയ്താലും നമുക്ക് പണി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ റെസ്റ്റ് ഒന്നുമില്ല. What they say is, I mean, അതാണ് സത്യം. അതായത് നമ്മൾ അതിനോട് പൊരുത്തപ്പെടണം. ആ സമയത്ത് പോയി റെസ്റ്റ് എടുത്ത് കിടന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അത് അതുപോലെ തന്നെ എഫക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പണി ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഞാൻ വോമിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കിടക്കാൻ പറ്റില്ല. നമ്മളുടെ റാങ്കില് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പണി നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എല്ലാം കൊണ്ടും മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മള്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ ഒരുപക്ഷെ നമ്മളത് ട്രെയിനിങ്ങിൽ നമ്മളെ സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീനിയേഴ്സ് ഓഫീസർഷിപ്പിലുള്ളവർ ചെയ്തത് ആയിരിക്കാം. ഓക്കെ, ആയിരിക്കാന്നല്ല ആണ്. അപ്പൊ അത് കാരണം നമ്മൾ ഒരു നമ്മൾ വന്നു. തുടക്കത്തിലൊക്കെ ഭയങ്കര നമ്മളെ എന്താ പറയാ, അത്രയ്ക്ക് ഒരു ട്രീറ്റ്മെന്റാണ് നമ്മളോട് തന്നിരുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമുക്ക് അത്രയ്ക്ക് ചിന്തിക്കാനുള്ളതില്ല. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഷിപ്പിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നാവിഗേറ്റ് ചെയ്യണ ക്യാപ്റ്റനും ബാക്കി ഓഫീസേഴ്സൊക്കെ നിന്ന് ഏറ്റവും മുകളിൽ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ഒരു റൂമാണ് ബ്രിഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ വീൽ ഹൗസ് എന്ന് പറയും. അവിടേക്കൊക്കെ കയറാനായിട്ട് പോലും നമുക്ക് പെർമിഷൻ ഇല്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുറത്തോടെ വരണം. പുറത്ത് ലാഡേഴ്സ് ഉണ്ടാവും, അതിലേ വന്ന് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കി ഉള്ളിൽ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് കയറി പൊടികാട്ടിൽ, തൂത്തുകാരിൽ, അടിച്ചുകാരിൽ, മോപ്പ് ചെയ്യലിനൊക്കെ വേണ്ടി മാത്രം പുറത്തുകൂടി തന്നെ പോയി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരുന്നു തുടക്കത്തിൽ 1-2-3 മാസമൊക്കെ. പിന്നെ പതുക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് വന്നു. നമ്മളെ കൂടുതൽ മനസ്സിലാക്കി, ഷിപ്പിനെ പറ്റി എൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വന്ന് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഷിപ്പ്, അതായത് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയാം. ആ ഷിപ്പിൽ ഓൾറെഡി പലരും വന്ന് പോയി. ഓഫീസേഴ്സൊക്കെ കുറച്ച് മാസത്തെ കോൺട്രാക്റ്റിന് വരണം, ഒരു 6 മാസത്തേക്ക് കോൺട്രാക്റ്റിന്. അവരൊക്കെ പോയി പുതിയൊരു വരികയാണ്. അപ്പോൾ പുതിയൊരു വരുമ്പോൾ അവർക്ക് പുതിയത് വരുമ്പോൾ ഈവൺ അവർ ഓഫീസേഴ്സ് ആണെങ്കിലും അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി അവിടെ ഈവൻ ട്രെയിനിങ് ആണെങ്കിൽ കൂടി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാം. അപ്പോൾ നമുക്ക് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ്. ഓക്കെ യു ആർ സംതിങ്, ഈവൻ യുവർ സീനിയേഴ്സ് ആസ്കിങ് യു തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗുഡ് ഫീലിംഗ് ആണ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങാറാകുമ്പോഴേക്കും നമുക്കൊരു നല്ലൊരു എന്താ പറയാ, ഒരു ഇതായി. നമ്മൾ ഫസ്റ്റ് കപ്പലിൽ കയറിയതോ അല്ലെങ്കിൽ ഷിപ്പിൽ കയറിയത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് 1996 ഞാൻ ആദ്യമായിട്ട് ഏപ്രിലിൽ ഞാൻ കയറുന്നത്. കയറാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ബോംബെയിലായിരുന്നു കമ്പനിയുടെ ഓഫീസ് ഉണ്ടായിരുന്നത്, ഏജൻസി ഉണ്ടായിരുന്നത്. ഫാദറുമായിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയി
ഓഫീസിലൊക്കെ പോയി നമുക്ക് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഞാൻ പോണേന്നെ ഒരു 1-2 ദിവസം മുമ്പ് അങ്ങോട്ട് ഫാദറിന് അങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നു, വേറെ ഇവിടെ അത്യാവശ്യം വന്നിട്ട്. അപ്പോൾ എയർപോർട്ടിലേക്കും പിന്നെ അവിടെ നിന്നൊക്കെ ഞാൻ പോയത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആദ്യമായിട്ട് പുറത്തേക്ക് ഫ്ലൈ ചെയ്തത്. അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് ഞാൻ സിംഗപ്പൂർക്ക് പോയി. സിംഗപ്പൂരിൽ നിന്നാണ് ഷിപ്പ് ആദ്യമായിട്ട് കയറുന്നത്. MSc എത്തിപ്പെട്ടതും ഇതുപോലെ ഇന്റർവ്യൂസും അങ്ങനത്തെ കാര്യങ്ങളും ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് 2005 ഞാൻ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് ഞാൻ പോന്നു. കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നോക്കിയിട്ട് 2006 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ കമ്പനിയിൽ കയറുന്നത്, MSc കയറുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി അപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റ്, സെയിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ കമ്പനിയിൽ ആദ്യം ആയതുകൊണ്ട് ഇവരെനിക്ക് ഒരു ഷിപ്പ് സെക്കൻഡ് ഓഫീസറായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞു. ക്യാപ്റ്റനായിട്ടല്ല ജോയിൻ ചെയ്തത്? ഇല്ല, ഞാൻ സെക്കൻഡ് ഓഫീസറായിട്ടാണ് MScയിലായിട്ട് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷിപ്പ് എന്തായാലും സെക്കൻഡ് ഓഫീസറായിട്ട് തന്നെ ചെയ്യണം. അപ്പം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൊമോഷൻ തരാമെന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. വേറെ എക്സാമും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൽ ഓൾറെഡി നമ്മൾ സർട്ടിഫൈഡ് ആണ്, ക്വാളിഫൈഡ് ആണ്. 2011 ഞാൻ ആദ്യമായിട്ട് ഷിപ്പിൻ്റെ കമാൻഡ് എടുത്തു. കമ്പാരിറ്റീവ്ലി ചെറിയ ഷിപ്പായിരുന്നു. 230 മീറ്റർ 220 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഷിപ്പായിരുന്നു. നമുക്ക് ആദ്യമായിട്ടൊക്കെ പ്രൊമോഷൻ കിട്ടുമ്പോൾ, എസ്പെഷ്യലി ക്യാപ്റ്റൻ്റെ ഒക്കെ പ്രൊമോഷൻ കിട്ടുമ്പോൾ നമുക്ക് ചെറിയ ഷിപ്പ്, പഴയ ഷിപ്പൊക്കെയാണ് തരിക. നമ്മള് കൂടുതൽ നമ്മുടെ ഔട്ട്പുട്ട് അറിയാനായിട്ട്. പഴയ ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ വർക്ക് റിലേറ്റഡ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ടഫ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യാൻ. ടഫ് ഇപ്പോ വലിയ ഷിപ്പുകൾ ഹാൻഡിൽ ചെയ്യാനും ടഫാണ്. പക്ഷെ വലിയ ഷിപ്പുകൾ ഇപ്പോൾ വന്നതൊക്കെ പുതിയ ഷിപ്പുകളാണ്, 2020 ശേഷം വന്ന ഷിപ്പുകളാണ്. അപ്പോൾ അതിൽ ഷിപ്പ് ഹാൻഡ്ലിങ്ങിന്റെ ആണ് മെയിനായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത്. പഴയ ഷിപ്പുകളിൽ ഉണ്ടാവുന്ന ഇഷ്യൂ ഒന്നും ഈ ഷിപ്പുകളിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ക്യാപ്റ്റനാണല്ലോ ഒരു ഷിപ്പിന്റെ എല്ലാം, ഫുൾ കൺട്രോളും ക്യാപ്റ്റൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു ക്രൂവിനെ മാനേജ് ചെയ്യണത്? കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടാവും, പല നേച്ചറും സ്വഭാവങ്ങളും ഉള്ളവരുണ്ടാവും. ഇപ്പൊ ഒരു മിക്സഡ് ഗ്രൂപ്പ് ഉണ്ടാവോ? മീൻസ് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള? പെണ്ണുങ്ങൾ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ദേ ആർ മൈനർ ഗ്രൂപ്പ് ഓൺലി, നോട്ട് യെറ്റ് ലൈക്ക് ഈക്വലോ അങ്ങനെ ആയിട്ടില്ല. ഓക്കെ, മിക്സ്ഡ് നാഷണാലിറ്റീസ് ഓൾവേസ് ഹാൻഡ്ലിങ് കുറച്ച് ടഫ് തന്നെയാണ്. ബട്ട് കമ്പനി ലേ ഡൗൺ റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് നാഷണാലിറ്റി ആയാലും നമ്മൾ ഈ റൂൾസ് ഇതും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. യു ഹാവ് എ സർട്ടിഫിക്കറ്റ് സെയിങ് ദാറ്റ് യു ആർ കോമ്പിറ്റൻറ്റ് ഫോർ ദാറ്റ് റാങ്ക്. അപ്പോൾ നിങ്ങൾ ഏത് നാഷണാലിറ്റി ആണെങ്കിലും ആ ജോബും അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നാഷണാലിറ്റിയും ഇത് മാറുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കൾച്ചറിൽ നമ്മൾ സംസാരിക്കണതിലും നമുക്ക് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം മനസ്സിലായിരിക്കണം. ചിലപ്പോൾ ഒരാൾ വേറെ നാഷണാലിറ്റി സംസാരിക്കുന്നത് നമുക്ക് തോന്നും ഇവനെന്താ നമ്മളെ ചീത്ത പറയാൻ തോന്നാൻ, അവിടെ അവൻ ചീത്ത പറയായിരിക്കില്ല, അവൻ്റെ സംസാര രീതി അതായിരിക്കും. അപ്പം അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ മിക്സ്ഡ് നാഷണാലിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ മിക്സ്ഡ് നാഷണാലിറ്റീസ് ആണ് ബെറ്റർ. ബിക്കോസ് നമ്മൾ സെയിം വന്നു കഴിയുമ്പോൾ, എസ്പെഷ്യലി അല്ലെങ്കിൽ സെയിം സ്റ്റേറ്റ് ഇന്ത്യൻ വന്നു കഴിഞ്ഞാൽ അവരൊരു ഗ്രൂപ്പായി, അവരൊരു ഗ്യാങ്ങായി, അവരവരുടേതായ സംഭവങ്ങളുമായി. അതിനേക്കാളും നല്ലത് പല രാജ്യത്തുനിന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പലതരത്തിലുള്ള ചലഞ്ചസ് ഹാൻഡിൽ ചെയ്തതും അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന സംഭവങ്ങൾ ഓർക്കാൻ പറ്റും. ഞാൻ ക്യാപ്റ്റനായതിനു ശേഷം എനിക്ക് അങ്ങനെ അത്ര വലിയ ഒരു വെതറിന്റെ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓൾറെഡി 2011 മുതൽ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങളൊക്കെ. അതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇവൻ സ്റ്റോമിന്റെ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തും ഉള്ളിലൊക്കെ പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം നമുക്ക് ഇതൊന്നും എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇത് വരാം. കാരണം ഷിപ്പ് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് റോളിങ്ങും പിച്ചിങ്ങും ഒക്കെ ആയിരിക്കും. നമ്മുടെ റൂം, നമ്മുടെ ക്യാബിൻ എന്ന് പറഞ്ഞ റൂമിൽ ഓരോരുത്തർക്കും റൂമിലൊക്കെ എല്ലാം എടുത്തിട്ട് അടിച്ച പോലെ ആയിരിക്കും സംഭവങ്ങൾ. എല്ലാം മറിഞ്ഞു വീണ ഒരു രക്ഷയുണ്ടാവില്ല. വോമിറ്റിങ് കാര്യങ്ങളും, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ തൈവാൻ സ്റ്റേറ്റിലായിരിക്കും, ചൈനയ്ക്കും തൈവാനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു സ്റ്റോമിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയിട്ട് ഷിപ്പിൽ നിന്ന് കുറേ
ഷിപ്പിൻ്റെ ഡെക്ക് സൈഡിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെള്ളത്തിലേക്ക് പോയി. ലൈഫ് റാഫ്റ്റൊക്കെ ഉണ്ട്, നമ്മളെ ലൈഫ് സേവിങ്ങിനുള്ള ലൈഫ് ബോട്ട് വേറെ, ലൈഫ് റാഫ്റ്റ് വേറെ. ആ ലൈഫ് റാഫ്റ്റൊക്കെ അവിടെ സെക്യൂർ ചെയ്തിരുന്ന ഏരിയയിൽ നിന്ന് തന്നെത്താൻ വെള്ളം അടിച്ച് പൊങ്ങി വന്ന് ഓപ്പണായി അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോറിലൊക്കെ മൊത്തം വെള്ളം കയറി അങ്ങനെ. ഇപ്പൊ റീസെന്റ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഷിപ്പാണെങ്കിൽ കൂടി ഞങ്ങള് കേപ്പ് വഴിയാണ് വന്നത്. കേപ്പിലൊക്കെ വെതറൊക്കെ എപ്പോഴും മോശമുള്ള വെതറാണ് അവിടെ. എസ്പെഷ്യലി സ്വെല്ല്, സീലിൽ ഉണ്ടാവുന്ന സ്വെല്ല് ഭയങ്കര ഹൈ സ്വെൽസ് ഒക്കെ വരും. 10 മീറ്റർ 20 മീറ്റർ സ്വെല്ലൊക്കെ വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ കോസ്റ്റ് കൂടെ ഹഗ്ഗിങ് ദ കോസ്റ്റ് എന്ന് പറയും കേപ്പിൻ്റെ, അതായത് ആഫ്രിക്കയുടെ താഴത്തൂടെ പോണ റൂട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ നമ്മൾ കോസ്റ്റിനോട് വളരെ ക്ലോസ് ആയിട്ട് ഈവൻ 4 to 5 മൈൽസിൻ്റെ ക്ലോസ് ചെയ്താൽ പോകണം. അത്ര ക്ലോസ് ആയി പോയാലേ നമുക്ക് ആ സ്വെല്ലിൻ്റെ ഇത് എഫക്റ്റ് കുറവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂറോപ്പിൽ നിന്ന് വരികയാണെങ്കിൽ എക്സാമ്പിൾ നമ്മൾ ആ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ ട്രാവൽ ചെയ്ത് താഴത്തേക്ക് വന്ന് നമ്മൾ ആ കോഴ്സ് താഴത്ത് എത്തുമ്പോൾ ഓൾട്ടർ ചെയ്യുന്ന ടൈമിൽ ഷിപ്പിനെ ഈ സ്വെല്ല് ഏത് ഡയറക്ഷനിലാണ് വരുന്നതിനനുസരിച്ചാണ് ഷിപ്പിൻ്റെ റോളിങ്ങും ഇതും വരുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ എത്താനായിട്ട് മുമ്പ് തന്നെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഒരു 1.5 ഡേ നമ്മൾ വെറുതെ ഡ്രിഫ്റ്റ് ചെയ്ത് പിന്നെ ആ ഒരു സ്വെല്ലും കാര്യങ്ങളൊക്കെ കാമായതിനു ശേഷമാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യണത്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അല്ലേ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഞാൻ ആദ്യം കയറിയ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷനേ ഇല്ല. അതായത് ഫ്രാങ്ക്ലി 18 മാസവും ആകെ കൂടി കമ്മ്യൂണിക്കേഷൻ അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ നമുക്ക് റേഡിയോ കോൾ എന്ന് പറഞ്ഞിട്ടൊരു കോൾ ചെയ്യാൻ പറ്റും. അത് കോള് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പണ്ട് ട്രങ്ക് കോൾ പോലെ ഒരു സംഭവമാണ്. അതും എപ്പോഴും കിട്ടിയെന്നൊന്നും വരില്ല. നമുക്ക് ഏതെങ്കിലും റേഡിയോ കോ സ്റ്റേഷന്റെ എങ്ങാനും സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് റേഡിയോ ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് ഉണ്ട്. ഇപ്പം ആ റാങ്ക് ഇല്ല. ആ റാങ്ക് ഇപ്പോൾ ബാക്കി ഞങ്ങൾ ഓഫീസേഴ്സ് തന്നെയാണ് അത് ഒരു കോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് റേഡിയോ ഓഫീസർ വന്നിരുന്ന് ബ്രിഡ്ജിൽ ഒരു റേഡിയോ റൂമുണ്ട്, അവിടെ വന്നിരുന്ന് ട്രൈ ചെയ്യും ആൾ ഏതെങ്കിലും കോ സ്റ്റേഷൻ വഴിയായിട്ട് വിളിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വീട്ടിലും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ സംസാരിച്ചിട്ടില്ല, ആദ്യം പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ടൈമിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പോർട്ടിലെത്തുമ്പോൾ നമ്മുടെ വീട്ടുകാർ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എഴുത്ത് അവർ ലെറ്റർ കൊണ്ടുവന്ന് തരും. അത് കിട്ടുമ്പോഴുള്ള നമുക്കുള്ള ഒരു സന്തോഷമാണ്. പക്ഷെ ന്യൂസൊക്കെ നമ്മുടെ ചിലപ്പോൾ ഓൾറെഡി പഴയ ന്യൂസ് ആയിട്ടുണ്ടാവും. കാരണം അത് അവിടെ നിന്ന് അയച്ച് അവിടെ കിട്ടി നമ്മുടെ ഷിപ്പ് അവിടെ എത്തിക്കിട്ട് കിട്ടുമ്പോൾ 1 മാസം ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് കയ്യിൽ. ശരിക്കും ഈ ഷിപ്പിൽ സെയിൽ ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന കാഷ്വാലിറ്റീസ്, അതുപോലെ മരണങ്ങൾ, അതൊക്കെ ഉണ്ടാവില്ലേ ശരിക്കും? അതൊക്കെ എനിക്ക് മരണങ്ങളുടെ അനുഭവം ഇല്ല, താങ്ക് ഗോഡ്. ആർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊരു നമുക്ക് ഭയങ്കര വിഷമം പിടിച്ചൊരു സിറ്റുവേഷനാണത്. ഞങ്ങൾക്ക് ഷിപ്പിൽ കാർഗോ ഷിപ്സിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലുണ്ട്, മെഡിസിൻസ് ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡോക്ടറുണ്ടോ എന്ന് ചോദിക്കും. ഡോക്ടർ ഇല്ല. ഞങ്ങൾ ഞങ്ങൾ ഡെക്ക് ഓഫീസേഴ്സ് ഞങ്ങൾക്ക് ഈ മെഡിക്കൽ കെയർ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യണം. ആ കോഴ്സ് വെച്ച് അത്യാവശ്യം അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എയ്ഡ് ലെവലും കുറച്ചും കൂടി കൂടിയ ലെവലിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് ഈ മെഡിക്കൽ കെയർ കോഴ്സിൽ ചെയ്യണത്. നമുക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇഞ്ചക്ഷൻ കൊടുക്കാനൊക്കെ ഉള്ള എല്ലാ ട്രെയിനിങ്ങും ഉണ്ട്. അതിനുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അതായത് എവിടെയെങ്കിലും വീണോ എന്തെങ്കിലും ഫ്രാക്ചറാണ് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും. പിന്നെ എപ്പോഴാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് പോർട്ട് വരുന്നത് അവിടെ നമ്മൾ ആളെ അവിടുത്തെ ഷോറിൽ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് വിടുകയാണ് ചെയ്യുക. പിന്നെ അത്രയും എമർജൻസി ആണെങ്കിൽ നമ്മൾ നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പൊ ശരിക്കും ഇങ്ങനെ എപ്പോഴും സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പോൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായിണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? മിസ്സിങ് കുറേ ഉണ്ട്. മിസ്സിങ്ങിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ എനിക്ക് ഫാദർ മരിച്ചിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുമായിരുന്നു. 30 days വോയേജ് ആയിരുന്നു. അതിനിടയിൽ പോർട്ടുകളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫാദർ മരിച്ചത്.
എന്നിട്ട് പിന്നെ ഞാൻ കമ്പനീനോട് പറഞ്ഞ് അഡീഷണലായിട്ട് ഞങ്ങൾ എക്സ്ട്രാ മൗറീഷ്യസിൽ ഷിപ്പ് പോയി ഡൈവേർട്ട് ചെയ്ത് പോയി അവിടെ നിന്ന് ഞാൻ ഇറങ്ങുകയും ചെയ്തത്. അത് അപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ 10 ദിവസം ഞാൻ അത് വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ മരിച്ച ഒരാളോട് ചെയ്യണത് ശരിയല്ല അത്. അപ്പോൾ ഞാൻ വന്നു ഞാൻ, പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മിസ്സിങ് എന്ന് എനിക്ക് ഉണ്ടായെന്ന് പറയാനുള്ളത്. അങ്ങനെയും ഒരു ഈ ലൈഫിൽ ഷിപ്പിങ്ങിലുള്ള വേറൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ അത് പറയാം. നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ മിസ്സാവും. വിഴിഞ്ഞം തുറമുഖത്തിന് ചരിത്ര ദിനം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു. കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. കപ്പലിലുള്ള 16,000 കണ്ടെയ്നറുകളിൽ 3,000 എണ്ണം വിഴിഞ്ഞത്ത് ഇറക്കും. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ ചരിത്ര നിമിഷം പിറന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ MSC ഐറീന നങ്കൂരമിട്ടിരിക്കുകയാണ്. നമുക്ക് മലയാളികളൊക്കെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമുള്ള ഒരു പ്രൗഡ് ഒരു സമയമാണ് അല്ലെ? കാരണം ഒന്ന് വിഴിഞ്ഞം പോർട്ട് തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയൊരു സ്വപ്നം. അതിനകത്ത് വലിയ ഷിപ്പ് വരുന്നു, ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ സാറാവുന്നു. അതൊക്കെ ഒരു ശരിക്കും നമുക്കൊരു ഭയങ്കര പ്രൗഡ് അല്ലേ? അത് ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതില് സത്യം പറയുകയാണെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നിമിത്തമാണ് ഞാൻ. ഓക്കെ, ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാനല്ലെങ്കിൽ വേറെ ആൾ വരികയായിരുന്നു. അതിപ്പോൾ ഞാൻ ഫുള്ളി ക്വാളിഫൈഡും ഇതായതുകൊണ്ട് മാത്രമല്ല, ആ ടൈമിലും ആ ഒരു ഇതിലും അങ്ങനെ വന്നു എനിക്ക് കിട്ടി എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ഞാൻ ആകെ ഇളക്കി മറിച്ചെന്ന് ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും. പക്ഷെ വിഴിഞ്ഞത്ത് വരുന്നതിന് മുമ്പ് 2023 MSC ഐറീനയുടെ ഡെലിവറി പുതിയ ഷിപ്പ് ഡെലിവറി എടുത്തത് ഞാനാണ്. ആ സമയത്തും ന്യൂസിലൊക്കെ കുറച്ച് വന്നിരുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ വിഴിഞ്ഞത്ത് ഒരു മലയാളി കൊണ്ടുവന്നു പറഞ്ഞപ്പോഴാണ് അതിന് കുറച്ചും കൂടി പേരും പ്രശസ്തിയും അറ്റൻഷൻ കിട്ടിയത്. അത് അപ്പോൾ കുറച്ചുകൂടി അവരുടെ വിഴിഞ്ഞം ടെർമിനലിനും അവർക്കും കുറച്ചുകൂടി അത് വലിയ ഷിപ്പ് വന്നെന്ന് കാണിക്കേണ്ട ഒരു അവരുടെയും പ്രൗഡ് കാര്യമായിരുന്നു. അപ്പോൾ അതിനൊരു കൂടുതൽ പബ്ലിസിറ്റി കിട്ടി ആ സമയത്ത്. അങ്ങനെ പക്ഷേ ഇറീനയിലേക്ക് വരാനുണ്ടായ വഴികൾ നോക്കുകയാണെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ എനിക്ക് കമ്പനി ഇറീന തന്നതല്ല. I had to do a lot of work and I had to prove to company that I am capable. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഷിപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട് തരില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചെയ്ത ഷിപ്പുകളൊക്കെ ചെറിയ ഷിപ്പുകളാണ്. 200 meters ലെങ്ത്തുള്ള ഷിപ്പുകളിലൊക്കെയാണ് ഓഫീസേഴ്സ് ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്തത്. ക്യാപ്റ്റനായതിനു ശേഷം ഞാൻ ആദ്യം ചെയ്ത ഷിപ്പ് 220 meter ലെങ്ത്ത് വരുന്ന ഷിപ്പാണ്. അതായത് അതിൽ ഏകദേശം കണ്ടെയ്നർ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 3,000-4,000 TUs എന്ന് പറയും, ടൺസ് ഇക്വാലന്റ് യൂണിറ്റ്. അപ്പോൾ ആദ്യം ഞാൻ കമാൻഡ് കിട്ടിയപ്പോൾ ചെയ്ത ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ 3,000-4,000 TUs ഉള്ള ഷിപ്പുകളായിരുന്നു. അത് അങ്ങനത്തെ ഷിപ്പുകൾ ഞാൻ ഒരു 4-5 എണ്ണം ചെയ്തതിന് ശേഷമാണ് എനിക്ക് അവർ 6,000-7,000 കപ്പാസിറ്റിയുള്ള ഷിപ്പുകൾ എനിക്ക് അവർ തരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 2-3 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവർ 9,000 TUs ഉള്ള കപ്പാസിറ്റിയുള്ള ഷിപ്പുകൾ ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യാനായിട്ട് തന്നു. പിന്നെ ഞാൻ 16,000 TUs ഷിപ്പുകൾ 2-3 എണ്ണം ഞാൻ കമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറീന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു 23,000 TUs ഉള്ള ഷിപ്പ് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോയിൻ ചെയ്യേണ്ട ടൈം ആയപ്പോഴാണ് ഈ ഷിപ്പിൻ്റെ ഡെലിവറി ടൈം ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പുതിയ ഷിപ്പുണ്ട്, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അവർ എനിക്ക് തന്നു. ഞാനത് ഭംഗിയായിട്ട് ഞാൻ ചെയ്തു. 2023 മാർച്ചിൽ ഞാൻ ചൈനയിൽ നിന്ന് ആ ഷിപ്പ് ഡെലിവറി എടുത്തു. ആ ടൈമിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായിട്ട് ഇറങ്ങിയ ഷിപ്പാണ് അത് MSC ഐറീന. ആ സീരീസിൽ അതിനുശേഷം 5 ഷിപ്പുകളും കൂടി ഇറങ്ങി. സാറിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ 900+ ഷിപ്പ്, അതിൽ ഒരു പുതിയൊരു ഷിപ്പ്, അതും ലോകത്തിലെ നമ്പർ 1 ഏറ്റവും വലിയ ഷിപ്പ് എടുക്കുമ്പോൾ റിസീവ് ചെയ്യാനായിട്ട് സാറിന് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലല്ലേ? ശരിക്കും അല്ലേ? അതിലൊന്നും സംശയമില്ല. നമ്മള് അങ്ങനത്തെ ആ കാറ്റഗറിയിലുള്ള ഷിപ്പുകൾ ഹാൻഡിൽ ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയെന്ന് കമ്പനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് തരുന്നത്. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാലും അത്ര ഈസി അല്ല. 400 meters എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് 1/2 kilometer ആയി. ഈ ഒരു സംഭവം നമ്മൾ വെള്ളത്തിലിട്ട് തിരികെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എസ്പെഷ്യലി ഈ ഷിപ്പ് ട്രേഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ചൈന, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഫിഷിംഗ് ബോട്ടുകളുടെ
കുറേ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് അത്രയ്ക്ക് ഫിഷിംഗ് ബോട്ടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഓരോ പോർട്ടിലേക്ക് മെനുവർ ചെയ്ത് അറൈവൽ ഡിപ്പാർച്ചർ. ഇവൻ വിഴിഞ്ഞത്തൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഫിഷിംഗ് ബോട്ടുകളുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ നമ്മുടെ ഷിപ്പിനകത്ത് ഇപ്പം നമ്മളൊരു നോർമൽ ലൈഫ്, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാനോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ അതുപോലെ നമ്മുടെ ഫുഡ് ഷിപ്പിലുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പുറത്ത് കിട്ടുന്ന പോലെ അത്രയ്ക്ക് വാസ്തവായിട്ടില്ലെന്ന് മാത്രം. നമുക്ക് ഡെയിലി ഞങ്ങൾ ഈവനിങ് നമ്മുടെ വർക്ക് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കളിക്കാം. നമുക്ക് ടേബിൾ ടെന്നീസ് ടേബിൾ കോർട്ടൊക്കെ ഉണ്ട്. ചില ഷിപ്പുകളിൽ ചെറിയൊരു ബാസ്കറ്റ് ബോൾ പോലെയൊക്കെ നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാക്കും. ഫൂസ്ബോൾ ഉണ്ട്, അല്ലെങ്കിൽ കാർഡ്സ് കളിക്കാം, ക്യാരം ബോർഡ് കളിക്കാം, ചെസ്സ് കളിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് മൂവി എന്തെങ്കിലും കാണാം. ഇടയ്ക്ക് ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെക്കും, എല്ലാവരും കൂടി പാർട്ടി, ചെറിയ ഇതുപോലെ ബബൈക്യൂ പാർട്ടി അങ്ങനെ എന്തെങ്കിലും വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെൻ്റൽ വെൽഫെയർ ഭയങ്കര ബാധിക്കുക അതിനെ. അപ്പോൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ അത് കുറച്ചുകൂടി ആരോടും നമ്മൾ ക്രൂവിനോട് പറയാണ്ട് തന്നെ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും വേറെ ആരുടെങ്കിലും റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് തിരിച്ച് എന്തെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കായി ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഇന്റർനെറ്റൊക്കെ വന്ന് എല്ലാവരുടെയും ഇന്റർനെറ്റാണ്, അത്ര ആവശ്യമില്ല. തന്നെത്താൻ ആളുകൾ സോഷ്യൽ മീഡിയയോടെ തന്നെ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഗ്യാതറിങ് കാര്യങ്ങളും പൊതുവെ കുറഞ്ഞു വരികയാണ്. അതൊരു നല്ലൊരു ഇതല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ലതല്ല. നമ്മൾ എത്ര സോഷ്യൽ മീഡിയയോടെ എത്ര നമുക്ക് കാണാമെന്ന് പറഞ്ഞാലും നമ്മുടെക്ക് ഒരു വിഷമമുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഈവൻ അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മൾ പറയില്ലേ, ദുഃഖം പാർട്ടി നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ കുറയും, സന്തോഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുന്ന് പറയില്ലേ. ആ ഒരു ഇതാണ് എൻ്റെ ചിന്താഗതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞാനും പരമാവധി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വെക്കും. ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ച് പിന്നെ മറന്നുപോയൊരു ചോദ്യമാണ്. ഒന്ന് നമ്മൾ ഈ ചെറിയ ബോട്ടുകളുടെ ഒക്കെ കാര്യമുള്ളൂ, ഈ പൈറേറ്റ്സ് ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? എഫക്റ്റഡ് ആണോ? ഇപ്പോൾ മെയിനായിട്ട് പൈറസി ഏരിയ ഉണ്ടായിരുന്നത് പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നത് ഈ ഗൾഫ് ഓഫ് ഏഡൻ ഏരിയയിൽ വന്നിരുന്ന പൈററ്റ്സ് ആണ്, സൊമാലിയൻ പൈററ്റ്സ് ആണ് ഇതുണ്ടായിരുന്നത്. ഇപ്പൊ അവര് കുറച്ച് കാമാണെന്ന് പറയാൻ കാര്യം ഇപ്പൊ ബേസിക്കലി അവിടെ വേറെ ഇഷ്യൂ വന്നുകൊണ്ട് ഹൂത്തി അറ്റാക്സ് യമനും ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് അവരാണ് ഇപ്പോൾ അവിടുത്തെ കൺട്രോള്. അപ്പൊ പൈററ്റ്സ് ഉണ്ടായിരുന്ന ടൈമില് ഒരു റിയലി സ്കെയറി ഏരിയ തന്നെയായിരുന്നു, അതിൽ ഡൗട്ടില്ല. ബട്ട് ഞങ്ങളെ സംബന്ധിച്ച് കണ്ടെയ്നർ ഷിപ്സിന്, വലിയ ഷിപ്സിന് അല്ലെങ്കിൽ ഫ്രീ ബോർഡ് കൂടുതലുള്ള ഷിപ്പ്, ഫ്രീ ബോർഡ് കൂടുതൽ പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിലുള്ള ഭാഗം ഹൈറ്റ് കൂടിയ ഷിപ്പില് ഇവർക്ക് കയറാനായിട്ട് അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഒരു ഹിസ്റ്ററി അവർ അറ്റാക്ക് ചെയ്ത ഷിപ്പുകൾ, ഹൈജാക്ക് ചെയ്ത ഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഈ പതുക്കെ സ്ലോ സ്റ്റീമിങ് പോണ ഷിപ്പുകളും ഈ ഇത് കുറഞ്ഞ ഷിപ്പുകളാണ്. അതായത് ടാങ്കേഴ്സ്, ബൾക്കാരിയേഴ്സ്, ആ ഷിപ്പുകളൊക്കെയാണ്. കണ്ടെയ്നറും ഉണ്ട്, ഒരു സിനിമേനെ വന്നിട്ടുണ്ട് കണ്ടെയ്നർ, അതും ചെറിയ ഷിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഈ കമ്പനീനെ സംബന്ധിച്ച് ഞങ്ങൾ മിക്ക കമ്പനികളും ഇപ്പോൾ ഗാർഡ്സിനെ നിർത്തുന്നുണ്ട്. അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 പേരൊക്കെ വരും. അത് ആം ഗാർഡ്സും ഉണ്ട്, ആമില്ലാത്തവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആം ഗാർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബോട്ട് നമ്മളെ ചേസ് ചെയ്ത് വരിക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ആദ്യം ഇൻഫോം ചെയ്യും, അവർക്ക് വാണിംഗ് കൊടുക്കും. നമ്മൾ എയറിൽ ഫയർ ചെയ്ത് വാണിംഗ് കൊടുക്കും, പിന്നെ വെള്ളത്തിലേക്ക് നമ്മൾ ഫയർ ചെയ്ത് വാണിംഗ് കൊടുക്കും. പിന്നെ എന്നിട്ടും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അപ്രോച്ച് ചെയ്ത് വരികയാണെങ്കിൽ ദെൻ യു ക്യാപ്റ്റൻ ക്യാൻ ടേക്ക് എ കോൾ, ടേക്ക് എ ഡിസിഷൻ വാട്ട് ടു ഡു. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ബോട്ടുകൾ ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്, ബട്ട് വി ഡോണ്ട് നോ ആക്ച്വലി വെദർ ഇറ്റ് ഇസ് എ പൈററ്റ് ബോട്ട് ഓർ നമുക്ക് ഫിഷിംഗ് ബോട്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ, ഫിഷിംഗ് ബോട്ടുകൾക്കും ഷിപ്പിനെ കാണുമ്പോൾ അടുത്തോട്ട് വരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൈററ്റ് ബോട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാം. അതൊരു മദർ ബോട്ട് വരും ആ ഏരിയയിൽ, അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചെറിയ സ്കിഫുകൾ ലോഞ്ച് ചെയ്യും, ചടപടാന്ന്
അത് എന്നിട്ട് ഷിപ്പിനേക്കാളും സ്പീഡിൽ 25 knots ഭും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരെണ്ണം ഇവിടെ നിന്ന് പറഞ്ഞ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മൂവീസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ്, അതിലൊരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മളുടനെ നമ്മളിവിടെ നമ്മുടെ ഷിപ്പിൽ നമ്മൾ അലർട്ട് അടിക്കും, എല്ലാ ക്രൂവും മസ്റ്റർ ചെയ്യും, ഒരുമിച്ച് വരും. നമുക്കൊരു സ്ട്രോങ് റൂമുണ്ട്, സിറ്റാഡൽ എന്ന് പറയും. ആ റൂമിൽ പോയി നമ്മൾ ലോക്ക് ചെയ്ത് നമ്മൾ ആ ഏരിയ ക്ലിയർ ആവണ വരെ നമ്മൾ അതിനുള്ളിൽ കഴിയണം എന്നാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. മറ്റ് ഷിപ്പുകളെ അപേക്ഷിച്ച് കാർഗോ ഷിപ്പിന് ഈ എന്താ പറയാ, ഈ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലാണോ? പൊല്യൂഷനൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളും കാര്യങ്ങളുണ്ട് ഓരോ സെക്ഷനും. അതായത് ഞങ്ങൾക്ക് മാർപോൾ എന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻസ് ഉണ്ട്, മാർപോൾ റെഗുലേഷൻസ്. അതിൽ പല അനക്സുകളുണ്ട്. അനക്സ് 1 ഓയിൽ, അനക്സ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7 ഓരോ കാറ്റഗറിയിൽ അനക്സസ് ഉണ്ട്. അതിൽ എയർ പൊല്യൂഷൻ, ഓയിൽ പൊല്യൂഷൻ, സീവേജ് പൊല്യൂഷൻ, ഗാർബേജ് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ പുതിയ ഷിപ്പുകൾ പറഞ്ഞാൽ പുതിയ അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. അതായത് മുമ്പൊക്കെ നമ്മുടെ എൻജിൻ ഫ്യൂൽ ബേൺ ചെയ്ത് പോകുന്ന സ്മോക്കിൽ നമുക്ക് കൂടുതൽ സൾഫർ കണ്ടൻറ്റ്, കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രബ്ബർ, EGCS എന്ന് പറയും, സ്ക്രബ്ബർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് പോകുന്ന സ്മോക്കിനെ നമ്മൾ വാഷ് ചെയ്ത് അതിലെ ഈ സൾഫറും കാര്യങ്ങൾ കണ്ടന്റ് ഫിൽട്ടർ ചെയ്തിട്ട് ഇഷ്യൂ ഉള്ളതൊക്കെ ഓൺ ബോർഡ് നിർത്തി ബാക്കി ഓൾമോസ്റ്റ് പ്യൂറായ സംഭവമാണ്. ഈവൻ ഓക്കെ യു വിൽ സീ ദ സ്മോക്ക് ഗോയിങ് ഔട്ട്, ബട്ട് ഇറ്റ് ഈസ് വിസിബിൾ ആണ്. ബട്ട് അതിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ വിത്തിൻ ലിമിറ്റ് എത്രയാണ് ഇപ്പോൾ പെർമിസിബിൾ ആ ലിമിറ്റിൽ വെച്ചിട്ടാണ്. അങ്ങനത്തെ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ പല എല്ലാ ഷിപ്പിലും അതില്ലാത്ത ഷിപ്പുകളിൽ ഇപ്പോൾ റൂൾ വെച്ചിരിക്കുന്നത് പോർട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലാൻഡിന് എത്ര ദൂരെയായിരിക്കുമ്പോൾ നമ്മൾ ഹെവി ഫ്യൂളായാലാണ് സാധാരണ ഫ്യൂളായിട്ട് ബേൺ ചെയ്യുക. അത് നമ്മൾ ഡീസലിലേക്ക് മാറ്റി ആ ഏരിയയിലായിരിക്കുമ്പോൾ ആ ഫ്യൂല് യൂസ് ചെയ്യണം എന്നുള്ള റൂളുണ്ട്. അത് നമ്മൾ ചേഞ്ച് ഓവർ ചെയ്യുമ്പോൾ ആ ഫ്യൂൽ ചേഞ്ച് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രീസും കാര്യങ്ങളൊക്കെ ലോക്ക്ഡൗൺ ചെയ്യണം. ആരെങ്കിലും വന്നാൽ അത് ചെക്ക് ചെയ്യും. നമ്മൾ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഓയിൽ സാമ്പിൾ എടുത്തുകൊണ്ട് പോകും, അവർ അനാലിസിസ് ചെയ്യും. അതിൽ സൾഫർ കണ്ടന്റ് ഇത്ര പാടുള്ളൊന്നുണ്ട്, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഷിപ്പിന് ഫൈൻ അടിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിക്കും മോണിറ്റേർഡ് ആണല്ലേ? ഫാമിലിനെ പറ്റി ഇവിടെ ഇപ്പം എൻ്റെ കൂടെ അമ്മയും വൈഫും മോനും ഉണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ജോബ് പറ്റില്ല. അവർ നല്ല ഫുൾ സപ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ലീവിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വേറെ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഞാൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ലീവിലുള്ള ഫുൾ ടൈം ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ജോലി എടുക്കുന്ന ഒരാളെക്കാളും കൂടുതൽ സമയം ഇവരുടെ കൂടെ ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിൽ നോക്കിയാൽ ഓക്കെ, ഞാൻ സെയിലിങ്ങിലായിരിക്കുമ്പോൾ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഈ ജോബിനോടുള്ള ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പിന്നെ അതിനോടൊരു പാഷനായി. പിന്നെ ഇപ്പം അത് എന്താ പറയുക, ബ്ലഡിൽ അത് അലിഞ്ഞ് ചേർന്നെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അതിന് ഫാമിലി സപ്പോർട്ട് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും. അവർ വൈഫും മോനും സെയിൽ ചെയ്തിട്ടുണ്ട് കൂടെ. ഈ MSc അരീനയിൽ അവരുണ്ടായിരുന്നു ഒരു മാസം. മോന് സമ്മർ ഹോളിഡേസ് അവരുണ്ടായിരുന്നു. അവർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇറങ്ങിയവർ. നാട്ടിൽ വന്നാലും ഒരു ക്യാപ്റ്റന്റെ ലൈഫ് ഒന്നുമില്ല അല്ലേ? ഒരു സാധാരണ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇപ്പോൾ അവിടുത്തെ ലാഡർ ഗ്യാങ്ങിനെന്ന് പറയും. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു പിന്നെ ക്യാപ്റ്റൻ്റെ ഇതൊന്നും നമുക്കില്ല, നമുക്ക് പിന്നെ ക്യാപ്റ്റനല്ല. പിന്നെ നമ്മൾ സാധാരണ ആള്, വ്യത്യാസമൊന്നുമില്ല. ക്യാപ്റ്റൻ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വന്ന ഈ വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ, ലോകത്തിലെ വലിയ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, ഒരു നിമിത്തമാണ്. അപ്പോൾ അതിൽ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷിക്കണം. പിന്നെ ഇതിലും മേലെ ഉണ്ടെന്ന് എനിക്ക് ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ, പക്ഷെ അതിനെക്കുറിച്ച് അത്രയ്ക്ക് ഒന്നും കാര്യമായിട്ട് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. കുറച്ചുകൂടിയും പറ്റാവുന്നിടത്തോളം സെയിൽ ചെയ്യാം. ദൈവം സഹായിച്ച് ഇതിനുള്ള ഒരു ആരോഗ്യം ഇപ്പം ഉണ്ട്. ഫാമിലിക്കും അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരും സപ്പോർട്ടാണ്.
അപ്പോൾ പറ്റാവുന്നിടത്തോളം കുറച്ചുകൂടി സെയിൽ ചെയ്യുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഇനിയും ധാരാളം അത്ഭുതങ്ങളും എന്താ പറയാ, മലയാളികൾക്ക് എന്ന് അഭിമാനിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവം അതിന് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങളുമായിട്ട് സ്പെയർ ചെയ്ത്. താങ്ക് യു സർ. പ്ലഷർ. താങ്ക് യു. താങ്ക് യു സർ.